സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല. സഹകരണ വകുപ്പിൽ 700 കോടിയുടെ അഴിമതി എന്നാണ് ആരോപണം. കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് പൊതു സോഫ്റ്റ്വെയർ നൽകുന്നതിന് TCSന് നൽകിയ കരാർ റദ്ദാക്കി 4 ഇരട്ടി വിലയ്ക്ക് ദിനേശ് BD കമ്പനിക്ക് നൽകാൻ തയ്യാറെടുക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, വീണ്ടും ഗുരുതര ആരോപണം, അഴിമതി ആരോപണമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ലിജിൻ, തീർച്ചയായും ഏകദേശം 700 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് സംസ്ഥാന സർക്കാരിനെതിരെ രമേശ് ചെന്നിത്തല നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്. സഹകരണ വകുപ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പ്, ആ തട്ടിപ്പ് നടക്കാനിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 4415 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഒരു പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ തട്ടിപ്പ് ആരോപണം നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്. 206 കോടി രൂപയ്ക്ക് TCSന് നൽകാൻ തീരുമാനിച്ചിരുന്ന കരാർ പിന്നീട് പ്രത്യേക സാഹചര്യത്തിൽ റദ്ദാക്കുകയും അതിനുശേഷം ഏകദേശം ഈ 206 എന്നുള്ളത് 914 കോടിയോളം രൂപ ചെലവ് വരുന്ന തരത്തിൽ ദിനേശ് BD കമ്പനിക്ക് ആ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിനുള്ള കരാർ നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് സർക്കാർ എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല നിലവിൽ ആരോപിക്കുന്നത്. പ്രധാനമായും ഈ 2 കമ്പനികൾ, അതായത് കേരള ദിനേശ് BD വർക്കേഴ്സ് സെൻട്രൽ കോർപ്പറേറ്റീവ് സൊസൈറ്റിയും അതുപോലെ തന്നെ മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി കോർപ്പറേറ്റീവ് സൊസൈറ്റിയുമാണ്. ഈ 2 കമ്പനികൾ മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തത്. അവർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ടെൻഡറിലെ നിബന്ധനകൾ വയ്ക്കുകയും അതിനെ തുടർന്ന് മറ്റ് കമ്പനികൾക്ക് ഈ ടെൻഡർ പിടിക്കുന്നതിന് പങ്കെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം സർക്കാരിന്റെ പ്രത്യേക താല്പര്യമുള്ള കമ്പനിക്ക് ഇത്തരത്തിൽ ഈ സഹകരണ സംഘങ്ങൾക്ക് സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിനുള്ള കരാർ നൽകാനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. നിലവിൽ ഇത്തരത്തിൽ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും ചെയ്ത സാഹചര്യത്തിൽ പിന്നീട് ഈ ഒരു കരാർ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടായിരുന്നില്ല. ആ കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അനുമതി നൽകുന്നത് അതുകൊണ്ടാണ് വിട്ടുനിന്നത്. അതിനുശേഷം ഇപ്പോൾ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി വാങ്ങിയതിനു ശേഷം ഈ കരാർ നടപടികളുമായി ഈ ടെൻഡർ ഈ കമ്പനിക്ക് വിട്ടു നൽകുന്നതിനുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഏകദേശം 700 കോടി രൂപയാണ് ഇതിന് സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടാക്കുക എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല നിലവിൽ ആരോപിച്ചിട്ടുള്ളത്.